ഹലോ, എല്ലാവർക്കും ട്രിയോ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇതൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടും. നല്ല പ്രാർത്ഥനാ ഗാനങ്ങൾ കേൾക്കുക, പിന്നെ നല്ല മോട്ടിവേഷണൽ സ്പീക്ക് കേൾക്കുകയൊക്കെ ചെയ്യുക രാവിലെ എഴുന്നേൽക്കുമ്പം. അതൊക്കെ നമുക്കൊരു പോസിറ്റീവ് വൈബാണല്ലോ. അപ്പം അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യുക. ഒരു 5-10 മിനിറ്റ് അതിനുവേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ലേറ്റ് ആവുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. നമ്മൾ നേരത്തെ എഴുന്നേറ്റ് അങ്ങനെയുള്ള 10 മിനിറ്റ് നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഹാളിലോട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് നമ്മൾ പിന്നെ ലിവിങ് റൂമാണ്. അപ്പോൾ നമ്മൾ അതിലെ കുഷ്യൻസൊക്കെ സെറ്റ് നല്ലതായിട്ടാണ് കിടക്കുന്നതെന്നൊക്കെ നോക്കുക. അവിടെ നിൽക്കുന്ന പ്ലാന്റ്സുകളൊക്കെ നോക്കുക. നമ്മുടെ അതിൽ ലീഫൊക്കെ മഞ്ഞച്ചട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റുക. സോയിൽ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ എഴുന്നേൽക്കുന്ന സമയത്ത് ചെയ്യാവുന്നതുണ്ട്. അതൊരു ടൈം വേസ്റ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു രസമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് അതിനൊന്നും ഒത്തിരി ടൈം വേസ്റ്റ് ആകത്തുമില്ല കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെയുള്ള കുറച്ച് നമ്മുടെ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അതൊക്കെ നമുക്കൊരു രസമായി ഒത്തിരി തിക്കി നിറച്ച് വെക്കണമെന്നില്ല, അത്യാവശ്യം കുറച്ച് നല്ല രീതിയിൽ മാക്സിമം കുറച്ച് അവിടെ ഇവിടെയൊക്കെ അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ വെക്കുക. അത് കാണാനും ലുക്ക് തരും, നമ്മുടെ മൈൻഡ് റിലാക്സ് ആകുകയും ചെയ്യും. നമുക്ക് അതിൻ്റെ പുറകെ നടക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ രാവിലെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കാം. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് പുറത്ത് നല്ല മഴ. അപ്പം ആ മഴയൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പം ഈ മഴയത്ത് നമ്മുടെ ചെടികളൊക്കെ അത്യാവശ്യം എല്ലാം നനഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് പിന്നെ വെള്ളം ഒഴിക്കേണ്ട, അതൊരു നല്ലൊരു അഡ്വാൻറ്റേജാണ്. അപ്പം ഈ ഷെയ്ഡിലാണെങ്കിൽ പോലും നമുക്ക് എറിച്ചിലടിച്ച് നമ്മുടെ ചെടിയൊക്കെ നല്ലപോലെ നനഞ്ഞ് നിൽപ്പുണ്ട്. നനഞ്ഞ് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു രസമാണ്. അപ്പം മഴ കണ്ടുകൊണ്ട് ഞാൻ പിന്നെ തുണിയെല്ലാം എടുത്ത് വാഷിംഗ് മെഷീനിലിട്ടു. അപ്പോൾ അത് മേളിൽ കൊണ്ടുവന്ന് വിരിച്ചിടുവാണെങ്കിൽ ഇവിടെ കിടന്ന് തോർന്നോളുമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ മഴ തോർന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓർക്കിഡ് കാണാൻ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പം നല്ല 2 പൂപ്പല നിൽപ്പുണ്ട്. അതിലൊക്കെ ഒന്ന് പിടിച്ചു നോക്കി. അതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ അതിലൊക്കെ ഒന്ന് പിടിച്ചു നോക്കി. നമ്മുടെ ചെടികളൊക്കെ ഇലയൊക്കെ പഴുത്തിട്ടുണ്ടോ എന്ന് നോക്കി. ഞാൻ തലേദിവസം ഇന്നലെ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതൊക്കെയാണ്. എന്നാലും ഒന്നും കൂടെ വന്ന് നോക്കി, വല്ലതും പഴുത്തെങ്ങാനും നിൽപ്പുണ്ടോ, വല്ല ഒച്ചെങ്ങാനും കയറി ഇരിപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ ഒച്ച കയറാൻ സാധ്യത കുറവാണ്. വൈകിട്ടായിരിക്കും കൂടുതൽ ഒച്ചിനെ കാണുന്നത്. അപ്പം നമ്മൾ വൈകിട്ട് ടോർച്ച് അടിച്ച് നോക്കിയിട്ട് ഒച്ചിനെ പിടിച്ച് നമ്മൾ ഉപ്പുവെള്ളത്തിലിടുകയാണ്. അല്ലെങ്കിൽ ഉപ്പില്ലാത്തോട്ടിട്ട് അതിനെ നമ്മൾ കൊന്നു കളയും. കാരണം മാക്സിമം അതിനെ എടുത്ത് താഴെ തന്നെ ഇടാൻ ശ്രമിക്കാറില്ല. കാരണം പിന്നെ ഇത് കയറാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ചെയ്യും. പിന്നെ കരിക്കാത്ത പൂട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ഫംഗസ് വളരെ കുറവാണ് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് കരിക്കാത്ത പൂട്ട് ചെയ്യുക. കാരണം ചകിരിയും അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേര് പെട്ടെന്ന് പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ അത് ഫംഗസ് കൂടാൻ സാധ്യതയാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ ആ സാധനം വീട്ടിൽ വളർത്തുന്നവർ പ്രത്യേകിച്ച് കരിക്കകത്ത് തന്നെ പൂട്ട് ചെയ്ത് താമസിച്ച് പിടിച്ചാൽ മതി. പക്ഷേ കരിക്കകത്ത് തന്നെ പൂട്ട് ചെയ്ത് അനങ്ങാതെ എന്തെങ്കിലും കട്ടയോ വല്ലോ അതിൻ്റെ അകത്ത് ഇട്ട് വെച്ച് പതുക്കെ നമുക്കത് പൂട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ വേര് പിടിക്കാൻ താമസം, എന്നാലും സാരമില്ല. അപ്പം ഇതൊരു ചെറിയ മോർണിംഗ് വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാമെങ്കിൽ ഞാൻ നല്ല ക്ലീനിങ് ടിപ്സുകളും നമ്മുടെ ഓർക്കിഡ് കെയറിങ്ങും ഒക്കെ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി.